ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തില്ല, ഷാജിമോനെ ഒന്നും തോന്നരുത്, ഷാജിമോനെ കുറ്റപ്പെടുത്തുകയുള്ളൂ. കാരണം സാക്ഷര കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെയിനിൽ നടിക്കും, പക്ഷേ ഫിനാൻഷ്യൽ ലിറ്ററസി ഒരു വകതിരിവുമില്ലാത്ത ഒരു സമൂഹമാണ് മലയാളി സമൂഹം. ഒപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ലാത്ത ഒരു സമൂഹമാണ് മലയാളി സമൂഹം. അത് ചരിത്രം തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. 80കളിലെ സാജൻ ചിട്ടി തൊട്ട് ആട്, മാഞ്ചിയം, തേക്ക്, പോപ്പുലർ ഫിനാൻസ്, മോൺസൺ മാവുങ്കൽ, പ്രവീൺ റാണ, ഇപ്പോൾ അതെ ഷാജിമോൻ്റെ ഈ കേസ് വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ എന്തിനാ ഈ ആട്, മാഞ്ചിയം, തേക്കൊക്കെ ഈ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. നമ്മൾ ആടിൽ ഇൻവെസ്റ്റ് ചെയ്തുമ്പോൾ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടത്, മലയാളി എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടത്? ഒന്നെങ്കിൽ ആടില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആട് ചത്തുപോകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി പൂട്ടിപ്പോകും. ഇതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. ഇത് ഷാജിമോൻ്റെ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറയും. ഇതിനേക്കാളും ഇപ്പോൾ ഈ സാധാരണ മലയാളിക്ക് വകതിരിവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനേക്കാളും അപകടകരമാണ് ഈ പ്രവാസി മലയാളികൾ. അവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ ഖാലിദ് മിഷാലിനെ ഫോണിൽ കിട്ടുമെന്ന് അവർക്കറിയാം, നമ്പർ അറിയാം. അവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ പുട്ടിൻ എന്താ കഴിച്ചതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുന്നു, പുട്ടിൻ എന്താ കഴിച്ചിട്ടുള്ളതെന്ന്. നെതന്യാഹു എന്താണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെന്ന് അവരോട് ചോദിച്ചാൽ അവർക്കറിയാം. പക്ഷേ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം എന്താണെന്നറിയാം, പണ്ട് തൊട്ടേ നാട് വിട്ടു പോയതാണ്. 1963 പഴയ ഒരു പാട്ടുണ്ട്, മാമലകൾക്കപ്പുറത്ത് മരുതകപ്പട്ടെടുത്ത് കേരളം എന്നൊരു നാടുണ്ട്. ആ പാട്ട് മൂളിക്കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. തിരികെ ഞാൻ ഒരു ദിവസം വരുമെന്നുള്ളൊരു എപ്പോഴും ഒരു റൊമാൻറ്റിസൈസ് ചെയ്ത് കാൽപ്പനികതയിലാണ് ഇത് മൂളിക്കൊണ്ട് നടന്ന് കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആണ്ട് ലോകകേരള സഭ അസന്റ് ജിമ്മെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വന്നിരിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് പോര്, കയറി വാടാ മക്കളെ എന്നുള്ള മട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പറയും. ഇതും കേട്ടോണ്ട് അവിടെ നിന്ന് പെട്ടിയും കിടക്കുക എടുത്തോണ്ട് ഇങ്ങോട്ട് വരും. കേരളത്തിൽ വന്നു കഴിയുമ്പോൾ അന്നേരത്തേക്ക് ഇവർ ഈ ആന്തൂരിലെ സാജനെയും കൊല്ലത്തെ സുഗതനെയും ഒക്കെ മറക്കും. ഇതുമെല്ലാം കേട്ട് ഇവിടെ വന്നിട്ട് 25 കോടിയും മുടക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ അപ്പോൾ തുടങ്ങും നമ്മുടെ കേരളത്തിൻ്റെ തനതായ സ്വഭാവം. ട്രാൻസ്പെറൻസി ഇല്ലായ്മ, കറപ്ഷന്, പിന്നെ പാർട്ടി ബന്ധം. ഇപ്പോൾ ഷാജിമോൻ പറഞ്ഞപ്പം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കണ്ടെന്നാണ് പറഞ്ഞത്. ഒരു വ്യവസായം തുടങ്ങാൻ വ്യവസായ വകുപ്പിനെ ബന്ധപ്പെട്ടാൽ പോരെ, എന്തിനാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഒക്കെ ഒരു ഷാജിമോൻ പറഞ്ഞത്? ഇന്ന് ഷാജിമോൻ ഈ പെരുവഴിയിലായി പോലീസിനും മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഒക്കെ മധ്യേ കിടന്നപ്പോൾ ഷാജിമോനെ അനുനയിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് അയക്കപ്പെട്ട ആളുകളാണ്. അല്ല, അനുനയിപ്പിക്കാൻ പാർട്ടി നേതൃത്വം വരേണ്ട ആവശ്യമില്ല. അനുനയിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചു കൊടുത്തതും ഈ സർക്കാരാണ്. ഈ സർക്കാരിന്റെ ഒഫീഷ്യൽസ് നേരത്തെ ആ നമ്പർ കൊടുത്തിരുന്നെങ്കിൽ ഷാജിമോൻ ഇന്ന് റോട്ടിൽ കിടക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാൽപ്പനികതയിൽ ജീവിക്കുന്ന പ്രവാസികൾ അവർക്ക് ഒരു തുള്ളിയെങ്കിലും വകതിരിവുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വരരുത്. ഷാജിമോന് ഹയർ കണക്ഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് വൈകിട്ട് കൊണ്ടും നിങ്ങൾ വാർത്ത ചെയ്തുകൊണ്ട് 2 ദിവസം കൊണ്ട് ഇത് സെറ്റിലായി പോയെന്നുള്ളത് വാസ്തവം. പക്ഷേ കേരളത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ദൂർത്ത് നടത്തുക, അത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്ന് പറയുക എന്നുള്ളതല്ലാതെ കൃത്യമായി അതിൻ്റെ ഫോളോ അപ്പോ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട സാഹചര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. RBIയുടെ ഒരു പുതിയ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ള, അതായത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏത് നമ്മൾ കളിയാക്കുന്ന യോഗിയുടെ ഉത്തർപ്രദേശ്. 43,000 കോടി. കേരളത്തിന് സ്ഥാനം എവിടെയാണെന്നറിയാം? 28 സംസ്ഥാനത്തിൽ താഴേന്ന് 3ാമത്. എത്ര കോടിയാണെന്നറിയാം? 2,900 കോടി മാത്രം. ഇനി നമ്മൾ തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കുക. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഭരണത്തിൽ വന്നതിന് ശേഷം 2.9 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ കമ്പനികളാണെന്നറിയാം? ആപ്പിൾ തൊട്ട് ഓല വരെ അവിടെ എല്ലാം സ്ഥാപിച്ചു വെച്ചിട്ട് തൊഴിലും കൊടുക്കുന്നുണ്ട്, പൈസയും ഇറക്കുന്നുണ്ട്, അവർ കച്ചവടവും ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു രീതിയിലും കേരള സംസ്ഥാനത്ത് ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. മറിച്ച് ലോക കേരള സഭയും അസൻറ്റും ഒക്കെ നടത്തി മുഖ്യമന്ത്രിയും മറ്റും പറയുന്നതല്ലാതെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ലോക ബ്രാൻഡാക്കി. ഇന്നെനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. ഫേസ്ബുക്കിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു കുറിപ്പിട്ടിരിക്കുന്ന കണ്ടുണ്ട്. അതായത് ഈ മസാല ദോശ, പിന്നെ രാമശ്ശേരി ഇഡ്ഡലി, പിന്നെ കരിമീൻ പൊരിച്ചത് ഒക്കെ ലോക മെനുവിലേക്ക് കയറി. ഇനി അതുവഴി ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്നൊന്നും എനിക്കറിയില്ല. ഇനി പണ്ട് ഈ LDFൻ്റെ കൺവീനർ EP ജയരാജൻ പറഞ്ഞ പോലെ നാളെ തൊട്ട് ഇനി കേരളത്തിൻ്റെ ആകാശത്ത് ചറപറ വിമാനങ്ങൾ പറക്കുമാവോ എന്ന് എനിക്കറിയില്ല, ഈ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ വന്നിട്ട്. അബ്ജോദ്, സീരിയസ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാകണം, സീരിയസ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ടാകണം. ഇവർ നടത്തിയിട്ടുള്ള എല്ലാ വികസന നിക്ഷേപ ആകർഷണ യാത്രകളും ഒരു റിസൾട്ടും കൊണ്ടുവരാതെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് യാത്രയുടെ ഒന്നും യഥാർത്ഥ ഉദ്ദേശം അതായിരുന്നില്ലെന്ന് നമുക്കറിയാം. അല്ല, അത് ഞാൻ അങ്ങനെ ആരോപിക്കുന്നില്ല. യഥാർത്ഥ ഉദ്ദേശമായിരുന്നോ ഇല്ലെന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. അബ്ജോദ്, സീരിയസ് ആയിട്ടുള്ള പ്ലാനിങ് ഇല്ലാതെ ഒന്നാമത്തെ കാര്യം ഇവിടെ സർവീസ് സെക്ടർ മാത്രമേ ഓടത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ IT സെക്ടറാണ്. ഇന്ത്യയിൽ ആദ്യത്തെ IT പാർക്ക് തുടങ്ങിയത് കേരളത്തിലാണ്.
പക്ഷേ കേരളത്തിൻ്റെ IT എക്സ്പോർട്ട് എന്ന് പറയുന്നത് വെറും 15,000 കോടി മാത്രമാണ്. അതിനുശേഷം തുടങ്ങിയ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ലക്ഷക്കണക്കിന് കോടിയിലാണ് അവരിപ്പോൾ എക്സ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു രീതിയിലും സർവീസ് സെക്ടറിൽ പോലും മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ ഷാജിമോനൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ ലോകകേരള സഭ നടത്താൻ മുഖ്യമന്ത്രി എല്ലാവരും വന്നിരിക്കുന്നതോടൊപ്പം തന്നെ പത്രത്തിൽ ഈ 1 ലക്ഷം സ്റ്റാർട്ടപ്പ് ഒരു കൊല്ലം കൊണ്ട് പഴയ ചായക്കടയും നാരങ്ങ വെള്ളം വിൽക്കുന്ന കടയൊക്കെ സ്റ്റാർട്ടപ്പ് ആക്കിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. ഷാജിമോനെ പോലെ കാൽപ്പനികതയിലുള്ള പാവപ്പെട്ട പ്രവാസികൾ എന്തെങ്കിലും തിരിച്ച് നാട്ടിൽ വന്ന് 10 പേർക്ക് തൊഴിൽ കൊടുക്കണം, ഞാൻ പോയ പോലെ ബുദ്ധിമുട്ടരുത്, ഇവിടെ എന്തെങ്കിലും ഒരു സംരംഭം വേണം ചിന്തിക്കുന്നു. റജിമോൻ, ഈ ഷാജിമോന്റെ പഞ്ചായത്തിലെ അധികൃതരും പറഞ്ഞു ആ ബ്ലോക്കിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ്. 100ഓളം സംരംഭങ്ങളാണ് അത്ര ഈ സ്റ്റാർട്ടപ്പ് സംരംഭവുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ ആ സംരംഭകരൊക്കെ എന്തെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകണം. ഒരുപക്ഷെ ഷാജിമോനെ പോലെ പോരാട്ടത്തിന് ഒരുങ്ങിയിട്ടുണ്ടാവില്ല, കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ മറ്റു പഞ്ചായത്തുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കൂടി ഞാൻ അത് കേട്ടപ്പോൾ ആലോചിച്ചു. ഈ 2023 അത് ഈ 2023 ഷാജിമോനെ പോലെ കയ്യിൽ പൈസയുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള പാർട്ടി കണക്ഷൻസ് ഉള്ള ഹയർ അതോറിറ്റീസിനെ അറിയാവുന്ന ഒരാൾക്ക് റോട്ടിൽ കടന്ന് സമരം ചെയ്യേണ്ടി വന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇനി 27 കോടി എന്നല്ല 50 കോടി മുടക്കി കേരളീയം നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഒരൊറ്റ സെക്കൻഡ് എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ ഞാനൊരു ലിസ്റ്റ് വായിക്കാം. കഴിഞ്ഞ ഒരു 60-70 കൊല്ലം കൊണ്ട് കെടുകാര്യസ്ഥത കൊണ്ടും അഴിമതി കൊണ്ടും കൊടികുത്തിയത് കൊണ്ടും കേരളത്തിൽ പൂട്ടിപ്പോയ 34 കമ്പനികൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ വ്യവസായങ്ങളുടെ ലിസ്റ്റുണ്ട്. അത് മൊത്തം എന്നെ കൊണ്ട് വായിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല. പക്ഷേ ആദ്യത്തെ ഒരു 10 പറയാം. പാർവതി മിൽസ് കോട്ടയം, മൈക്രോ ഇൻടെക്സ് ബാറ്ററീസ്, ട്രാവങ്കൂർ ഇലക്ട്രോ കെമിക്കൽസ് കോട്ടയം, തിരുപ്പതി മിൽസ് കണ്ണൂർ, ഗ്വാളിയർ റയോൺസ് മറവൂർ, വളപട്ടണം ഫ്ലൈവുഡ് ഫാക്ടറി, ESCL ഗ്ലാസ് ഫാക്ടറി, 3 ശക്തി പേപ്പർ മിൽസ്, നാട്ടിക കോട്ടൺ മിൽസ്, കോമളപുരം സ്പിന്നിംഗ് മിൽസ്, പുനലൂർ പേപ്പർ മില്ല്, നിലമ്പൂർ വുഡ് ഇൻഡസ്ട്രി, സ്പിന്നിംഗ് മിൽസ് ആലപ്പി, ഉഷ ലാറ്റക്സ് ബൈക്കം, കോംട്രസ്റ്റ് കാലിക്കറ്റ്, മധുര കോട്സ്, സിഡ്കോ പാച്ചാളം എറണാകുളം, ബോട്ടിൽ വാഷിംഗ് പ്ലാന്റ് എറണാകുളം, സിറിഞ്ച് മേക്കിംഗ് പ്ലാന്റ് പാലക്കാട്, കേരള സ്പിന്നേഴ്സ് ആസ്പിൻവാൾ, തോഷിബ ആനന്ദ്, പ്രീമിയർ സൗത്ത് ഇന്ത്യൻ വയേഴ്സ്, പ്രീമിയർ ടയേഴ്സ്, പ്രഭുരാം മിൽസ് ചെങ്ങന്നൂർ, കെ മേനോൻ ബസ് സർവീസ്, അമൽ കെവയാർ, ഇൻഡസ്ട്രീസ് ആശ്രമം ആലപ്പുഴ, കേരള വാഷ്വെൽ സോപ്പ്, ട്രാവങ്കർ ഷുഗർ മില്ല്, ഇരവങ്കുല ഗ്ലാസ് ഫാക്ടറി, SPA വേസ്റ്റ് ക്ലീനിംഗ് എക്യുപ്മെന്റ്സ്, ആലപ്പി സൈക്കിൾസ്, പ്രീമിയർ കേബിൾസ്, JNP കോട്സ്, കണ്ണന്തറ ടെക്സ്റ്റൈൽസ് കോഴിക്കോട്, മാരാർജി കെമിക്കൽസ് ആലപ്പുഴ, ടപ്പിയോക്കോ പ്രോഡക്ട്സ് ചാലക്കുടി, വനജ മിൽസ് തൃശ്ശൂർ, കണ്ണന്നൂർ സ്പിന്നേഴ്സ് ആലപ്പുഴ, കുണ്ടറ ക്ലേ ഫാക്ടറി, പ്രിമോ പൈപ്പ് ഫാക്ടറി, പണ്ടാലം ഷുഗർ മിൽസ്, പ്രിയ ബിസ്ക്കറ്റ്സ്, ആലപ്പി കയർ ഫാക്ടറി, കൊല്ലം കാഷ്യൂ ഫാക്ടറി, എക്സൽ ഗ്ലാസ് ഫാക്ടറി ആലപ്പുഴ. 34 ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് എന്ത് മെസ്സേജാണ് കേരളത്തിൽ ഇനി വരുന്ന ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പോകുന്നത്? പെൻശില കൊണ്ടു മെനഞ്ഞതുപോലൊരു സുന്ദരി നിന്മണി മാറത്ത്, കണ്ണുകൾ എന്തിനുടക്കി വലിക്കണ ചൂണ്ടകളായി നിൻചാരത്ത്, കോളെല്ലാം മായും നേരം പങ്കായം മെല്ലെ വീശി നീ നിന്റെ തോണിയിലേറി പോരാമോ നല്ലൊരു നാളിൽ ഓമൽ പൂത്താലിയുമായി അന്നെന്റെ പൊന്നരയൻ നീ അന്തിമയങ്ങി വെളുക്കണ സമയത്ത് കൺമണി നീയൻ വലയിൽ പൊന്മുത്ത് ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് തൊടുന്നൊരു നാണം. എല്ലാ കനലുകളും ഈ നെഞ്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരറിയുന്നു? സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ, ദുഃഖം ഒരിക്കലും പങ്കുവെക്കരുത്. അതിന്റെ തീയിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വേഗുന്ന ഒരു സുഖമാ. la la
ലാ ലാ